അപ്പോൾ സിദ്ധി പല തലത്തിലുണ്ട് അല്ലേ. നമ്മുടെ ആദ്യത്തെ സിദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായിട്ടുള്ള ക്ഷേമമാണ്, നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ കുടുംബപരമായിട്ടുള്ള സൗഖ്യവും അതുപോലെ ദാരിദ്ര്യാദികളില്ലാതെ വിഷമങ്ങളൊന്നും ഇല്ലാതെ സന്തോഷമായിരിക്കാൻ കഴിയുന്നൊരു ചുറ്റുപാടും. അപ്പം ഭൗതികമായിട്ടുള്ള ആ ക്ഷേമം എന്നതായിട്ടുള്ള അവസ്ഥ ആദ്യത്തെ സിദ്ധിയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ആന്തരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ശുദ്ധി, ചിത്തശുദ്ധി എന്ന് പറയുന്നത് അടുത്ത സിദ്ധിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആത്മജ്ഞാനത്തിന് അർഹരായിത്തീരുന്നത് അതിനുള്ള ഗുരുക്കന്മാരെ കിട്ടുക, അതിനുള്ള ആ ഒരു ബുദ്ധി നമുക്ക് തെളിഞ്ഞു കിട്ടുക, ഇതൊക്കെ ഒരു സിദ്ധിയാണ്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നുണ്ടാവുന്ന സിദ്ധിയാണ് മോക്ഷം എന്നുള്ള പരമമായിട്ടുള്ള സ്വാതന്ത്ര്യം. ഇവിടെ തന്നെ ജീവിച്ചിരിക്കെ തന്നെ നമുക്ക് പരമസ്വാതന്ത്ര്യം അനുഭവിക്കാറാവും. അതെവിടെയെങ്കിലും പോയിട്ടുള്ളതല്ല മോക്ഷം. കാരണവന്മാരൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുറത്തു പോയി പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ആ സംസ്കാരം ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും. അങ്ങനെ നല്ല സംസ്കാരമുള്ള, കെട്ടുറപ്പുള്ളതായിട്ടുള്ള, പരസ്പര സ്നേഹമുള്ളതായിട്ടുള്ള ഒരു നല്ല കുടുംബങ്ങളായിട്ട് എല്ലാവർക്കും കഴിയാൻ സാധിക്കും. മാത്രമല്ല ഈ അറിവ് നേടിക്കൊണ്ട്, ഈ ഉപാസന ചെയ്തുകൊണ്ട്, ചിത്തശുദ്ധി നേടിക്കൊണ്ട് ആനന്ദമായിട്ട് എല്ലാവർക്കും കഴിയാൻ സാധിക്കും. ഇവിടെ കഴിയാൻ പറ്റും. അതാണ് ജീവൻ മുക്തി എന്ന് പറയുന്ന അവസ്ഥ. നിങ്ങളുടെയൊക്കെ പൂർവികരിൽ പലരും അങ്ങനെ അറിവുള്ളവരായിരുന്നു, ജീവൻ മുക്തന്മാരായിട്ടുള്ള ആളുകളായിരുന്നു. പല കാരണവന്മാരെയും അന്വേഷിച്ച് ചെന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ കാണും അറിവുള്ള മഹാത്മാക്കൾ, ഇങ്ങനെ ആനന്ദമായി ജീവിച്ചവർ. ആ പാരമ്പര്യമാണ് നമ്മൾ പിന്തുടരേണ്ടത്. അവർ കാണിച്ചു തന്ന ആ വഴികൾ നമ്മൾ കാട് പിടിക്കാൻ അനുവദിക്കാതെ അതെല്ലാം വെട്ടിത്തെളിച്ച് ആ നല്ല രാജപാതയിലൂടെ സഞ്ചരിച്ച് ശീലിക്കുക. നമ്മൾ പുതിയ മാർഗമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. മാർഗങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് പൂർവികർ തന്നിട്ടുണ്ട്. അതിപ്പോൾ കാട് പിടിച്ച് കിടക്കും പോലെയാണ് നമ്മൾ വഴി നടക്കാതെ അതിനെ ഒന്ന് വെട്ടിത്തെളിച്ച് ആ വഴിക്ക് അങ്ങോട്ട് നടന്നാൽ മതി എന്ന് പറയാം.